ഹലോ ഗൈസ്, എല്ലാവരും പാടെ കുറ്റിയും പറിച്ചും കേട്ടാ വിചാരിക്കണ്ടോ ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പോകണം. കുറേ കാലമായി ഒരു ഗേൾസ് ട്രിപ്പ് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ അങ്ങ് ഒതുങ്ങിയെന്നാണ് തോന്നുന്നത്. ട്രിപ്പ് ഇതൊന്നും പറഞ്ഞു കേട്ടോ, നമ്മൾ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആണ്. എന്നും പോകണം പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. അപ്പം ഫൈനൽ ഇയർ ആവാനായി, ഏകദേശം ആയി. എന്നിട്ടും നമ്മൾ പ്ലാനിങ് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി. ഇപ്പം നമ്മൾ പോണത് മാവേലിക്കരക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ആക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഇറങ്ങിയത് മാവേലിക്കരയാണ്. അവളുടെ വീട്ടിൽ നിന്നിട്ട് നാളെ നമുക്ക് ട്രിവാൻഡ്രം പോകാനുണ്ട്. അപ്പം ട്രിവാൻഡ്രം പോയിട്ട് കുറേ പ്ലാനുകളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചേട്ടൻ്റെ കല്യാണമാണ്. അപ്പം അവൾ വരാൻ വിളിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ഇന്ന് കൊല്ലത്തുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നിട്ട് നാളെ രാവിലെ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പം നമ്മളിതാ ഓട്ടോയിലൊക്കെ കയറി അവളുടെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ 3 ആളുണ്ട്. പിന്നെ നമ്മളിതാ ഓട്ടോയിലൊക്കെ കയറി ഏകദേശം അവളുടെ വീട്ടിലെത്താനായി. അങ്ങനെ അവളുടെ വീട്ടിലെത്തി. വീട്ടിൽ കയറിയപ്പോൾ അൽഹംദുലില്ലാ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ അവിടെ എത്തി. എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പം. പക്ഷെ അവളുടെ അച്ഛനൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും, പ്രത്യേകിച്ച് അച്ഛനും അമ്മയും ചേട്ടനൊക്കെ അടിപൊളിയാട്ടോ. ഒരാളെ എടുത്ത് പറയാൻ പറ്റത്തില്ല, അടിപൊളിയായിരുന്നു. നമ്മളവിടെ എത്തിയ ഉടനെ തന്നെ നമുക്കിതാ ചായയും കുറച്ച് കഴികളൊക്കെ പറഞ്ഞു. നമ്മൾ ചായ വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അമ്മ ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടു തന്നു. പിന്നെ കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അവൾ നല്ല കൊഞ്ചി കുട്ടിയാണ് കേട്ടോ. കുറേ നേരം അങ്ങനെ ചോറ് പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴുള്ളൊരു പരിപാടി കാണിച്ചു തരാം. എന്ത് രസമായിട്ടല്ലേ അച്ഛനും മോളും പാട്ടാടുന്നത്. മാഷാ അല്ലാഹ്, അത് കണ്ടിട്ട് ഇങ്ങനെ ലയിച്ചിരുന്നു കേട്ടോ. സത്യം പറയാലോ, ചില യാത്രകളും ചില ആൾക്കാരൊക്കെ നമുക്ക് അങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആയിട്ട് മാറൂലേ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ എനിക്കത്. നമ്മൾ പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് അവിടെ പാടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ കുളിച്ച് നിസ്കരിച്ചു. അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ആലപ്പുഴക്കാരായതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല മത്സ്യസമൃദ്ധമായ ഫുഡായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, അമ്മയുടെ ഒക്കെ പൊന്നു മോളാണ് കേട്ടോ. അത് ഭയങ്കര ഒരു ലാളിച്ച് വളർത്തിയൊരു കുട്ടിയാണ്. അത് നമ്മൾ വീട്ടിൽ പോയപ്പം മനസ്സിലായത്. അതുപോലെയാണ് അവളങ്ങനെ വളർത്തിയേക്കണത്. മാഷാ അല്ലാഹ്, നല്ല മോളാണ്. അങ്ങനെ നമ്മളവിടെ നിന്ന് രാത്രിയത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് രാവിലെ 6 മണിക്ക് നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി തിരുവനന്തപുരം എത്തണം. അപ്പം നമ്മൾ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. ഞങ്ങളിതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്, സാധനമല്ല ഗിഫ്റ്റ്, അപ്പം അതൊക്കെ വാങ്ങി നമ്മൾ ട്രെയിൻ വരാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്നു. ട്രെയിനൊക്കെ കയറിയിരുന്ന് അങ്ങനെ നമ്മൾ കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് ക്യൂട്ടച്ച് കേട്ടോ. കുറച്ച് നേരത്തേക്കല്ലേ, അത് കഴിഞ്ഞിട്ട് മയക്കാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ക്യൂട്ടച്ചൊക്കെ ഇട്ടു. പിന്നെ എൻ്റെ കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ അവിടെ ഇരുന്നു. കുറച്ച് പോസ്റ്റ് ആയിരുന്നു കേട്ടോ ട്രെയിനിൽ. നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. സോ ഫോണൊക്കെ ചാർജ് ചെയ്ത് അങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം സ്റ്റേഷനിലെത്തി. നമുക്ക് കുറേ ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ക്ലോക്ക് റൂമിൽ വെക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന്. ക്ലോക്ക് റൂമിലാണ് നിറച്ചും സ്വാമിമാരായിരുന്നു കേട്ടോ. ഒരു സീസൺ ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചു. മറ്റേ കാർഡൊക്കെ തന്നവരും അതൊക്കെ ആയിട്ട് ഞങ്ങളിതാ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളെ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് പറഞ്ഞത്, അവിടേക്ക് പോവാണ്. അപ്പം ബസ്സൊക്കെ കയറി ഓഡിറ്റോറിയം എത്തി. അത്യാവശ്യം നേരത്തെ തന്നെ എത്തി. നല്ല ദാഹം ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ കുടിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. പെണ്ണിനെയും ചെറുക്കനെയും കാണണമല്ലോ, അതാണല്ലോ മെയിൻ പരിപാടി. അപ്പോൾ അവിടെ പോയിട്ട് ആ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ കുറച്ച് കണ്ടു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര അടുത്തായിട്ട് ഇങ്ങനെ ഒരു ഹിന്ദു വെഡ്ഡിങ് കാണുന്നത്. ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സാണ്. അപ്പോൾ വ്ളോഗിൽ ആഡ് ചെയ്യണം എന്നോട് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ അതാണ് ഞങ്ങൾ കൂടെ പഠിക്കുന്ന ഫ്രണ്ടാട്ടോ അവൾ. ഞാൻ ട്രിവാൻഡ്രം സദ്യ കഴിക്കണമല്ലോ, അതാണ് മെയിൻ. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ. ട്രിവാൻഡ്രം ഫുഡ് സദ്യ ആദ്യമായിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നത്. സോ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. എല്ലാം ഭയങ്കര 3 പ്രാവശ്യം ഫുഡൊക്കെ വരിക, അതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് കൊല്ലം അവിടെയൊക്കെയുള്ള പ്രത്യേകതയാണെന്ന് തോന്നുന്നു. അങ്ങനെ കൊല്ലംകാരനെ എനിക്കിതാ പറഞ്ഞു തരാണ് എന്തൊക്കെയാണ് ഐറ്റം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഫുഡ് വന്നു. ആദ്യം മോരും ചോറും വന്നു, പിന്നെ സാമ്പാറും ചോറും, അങ്ങനെ പായസം, പിന്നെയും മോരും ചോറും ലാസ്റ്റൊക്കെ വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു, ഹാപ്പിയായി. അപ്പോൾ തിരിച്ചു പോവാണ് ഗൈസ്. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.